നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. തോമസ് ചാഴിക്കാടൻ എംപിയുടെ വികസന രേഖാ പ്രകാശനം കോട്ടയത്ത്. A+ കൊടുക്കേണ്ട പ്രവർത്തനമാണ് തോമസ് ചാഴിക്കാടൻ നടത്തിയതെന്ന് മന്ത്രി VN വാസവൻ. 100ന്റെ നിറവിൽ പൊൻകുന്നം SDUP സ്കൂൾ. വ്യക്തിജീവിതത്തിൽ മാതാപിതാക്കൾക്കൊപ്പം അധ്യാപകരും സ്വാധീനിക്കപ്പെടുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. കനത്ത ചൂടിൽ വലഞ്ഞ് കോട്ടയം. വടവാതൂരിൽ രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ചൂട്. വാർത്തകൾ വിശദമായി. തോമസ് ചാഴിക്കാടന്റെ വികസന രേഖ പ്രകാശനം കോട്ടയത്ത് നടന്നു. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 4100 കോടി രൂപയുടെ വികസനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് തോമസ് ചാഴിക്കാടൻ MP പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ MPയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. MP എന്ന നിലയിൽ A+ കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ MPയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനും അദ്ദേഹം മാതൃകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ MPമാരിൽ A+ കൊടുക്കാൻ കഴിയുന്ന ഏക MP ശ്രീ തോമസ് ചാഴിക്കാടനാണ്. അത് മറ്റാർക്കും അവകാശം 100% വിനിയോഗിച്ചിരിക്കുന്നുണ്ട്. അത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിന്റെ കണക്ക് സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ആർക്കും നോക്കാവും. ആരുടെയും മുമ്പിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രചരണോപാധിയായിട്ടല്ല അല്ലെന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ MP ഫണ്ട് വിനിയോഗിച്ചു എന്നത് തന്നെ തോമസ് ചാഴിക്കാടന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേർരേഖയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജോസ് കെ മാണി MPയും പറഞ്ഞു. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 4100 കോടി രൂപയുടെ വികസനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിനായി നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് മറുപടി പ്രസംഗത്തിൽ തോമസ് ചാഴിക്കാടനും പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ, CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, കേരള കോൺഗ്രസ് M കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം SDUP സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ മാതാപിതാക്കളെപ്പോലെ തന്നെ അധ്യാപകനും സാധിക്കുമെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന വിജ്ഞാന ചന്ദ്രസേനൻ 1924 പൊൻകുന്നം അട്ടിക്കലിൽ സ്ഥാപിച്ചതാണ് ശ്രീ ദയാനന്ദ സ്കൂൾ. 1937 ശ്രീ ദയാനന്ദ LP സ്കൂൾ SDUP സ്കൂളായി മാറി. പിന്നീട് ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ സ്കൂളിന് കഴിഞ്ഞ വർഷം ഹൈടെക് ബഹുനില മന്ദിരം പണിതു. സാധാരണക്കാരായ കുട്ടികൾക്കും മികച്ച പഠനാന്തരീക്ഷം ലഭിക്കണമെന്ന സ്കൂൾ മാനേജർ PS മോഹനൻ നായരുടെ ഇച്ഛാശക്തിയാണ് സ്കൂളിന്റെ പുതിയ മുഖത്തിന് കാരണം. 1924 സ്ഥാപിച്ച ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ 100ാമത് വാർഷികം പ്രൗഢിയോടെ ആഘോഷിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് ലഭിക്കുന്ന ആദരം ജീവിതാവസാനം വരെ നിലനിൽക്കുമെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ മാതാപിതാക്കളോടൊപ്പം ഒരു അധ്യാപകന് കഴിയുമെന്നും ഡോക്ടർ N ജയരാജ് കൂട്ടിച്ചേർത്തു. പക്ഷെ അധ്യാപകർക്ക് കിട്ടുന്ന ആദരം അത് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയുള്ളത്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അധ്യാപകൻ എത്രമാത്രം അവനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ബോഡി ലാംഗ്വേജ് പോലും, ഭാഷ മാത്രമല്ല, ശരീരഭാഷ പോലും യഥാർത്ഥത്തിൽ നമ്മളെ സ്വാംശീകരിക്കുകയും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റൊന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അച്ഛനെ അമ്മയെപ്പോലെ തന്നെ, ഒരുപക്ഷെ അച്ഛനെ അമ്മയേക്കാൾ ഏറെ എന്ന് തന്നെ പറയാം, അവരെ സ്വാധീനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അധ്യാപകൻ. അങ്ങനെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്കൂൾ മാനേജർ PS മോഹനൻ നായർ അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം സംയുക്ത ഡയറി പ്രകാശനം, കയ്യെഴുത്ത് മാസിക പ്രകാശനം, ഗുരുദക്ഷിണ പത്രപ്രകാശനം എന്നിവയും നടന്നു. കാഞ്ഞിരപ്പള്ളി AEO ഷൈലജ PH കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, വാർഡ് മെമ്പർ KA എബ്രഹാം, HM സുമ P നായർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ 27 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ സാബു BC-ക്കും B അളകാദേവിക്കും യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
ശനിയാഴ്ചയും കോട്ടയത്ത് ഉയർന്ന ചൂട്. ഉച്ചകഴിഞ്ഞ് 1:45 വടവാതൂരിൽ 39.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം വെള്ളിയാഴ്ചയും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കോട്ടയത്താണ്, 37.7 ഡിഗ്രി സെൽഷ്യസ്. ഫെബ്രുവരി 27 രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില കോട്ടയത്തായിരുന്നു, 38.5 ഡിഗ്രി സെൽഷ്യസ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി നടത്തി. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി നടത്തി. ജ്വാല എന്ന പേരിൽ നാഗമ്പടം ദർശന അക്കാദമിയിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായാണ് പരിശീലനം നടത്തിയത്. ഇന്നത്തെ കാലത്ത് സ്വയം പ്രതിരോധത്തെപ്പറ്റി യുവത അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് കെ കാർത്തിക് പറഞ്ഞു. അങ്ങനെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്തിക്കൊണ്ട് NGOസുമായി കൈകോർത്തിക്കൊണ്ട് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ട്രെയിനിങ് സംഘടിപ്പിച്ച് വരുന്നതാണ്. കഴിഞ്ഞ വർഷം മാത്രം നമുക്ക് ഈ 12,187 പേർക്കാണ് ഈ ജില്ലയിൽ ഈ സ്വയം പ്രതിരോധ ട്രെയിനിങ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് 10,500 പേർ പബ്ലിക്സാണ്, ബാക്കിയുള്ളവരെല്ലാം കോളേജ് അങ്ങനെയുള്ള ടീമിലാണ്. അഡീഷണൽ SP വി സുഗതൻ അധ്യക്ഷനായി. ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോയി മഞ്ഞക്കാലായിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ കൗൺസിലർ ശൈലജ ഫിലിപ്പ്, നാർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് C ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ തരിശായി കിടന്ന മല്ലികശ്ശേരി കോക്കാട് പാടശേഖരത്ത് ചെറുധാന്യങ്ങൾ വിതച്ചു തുടങ്ങി. 3.5 ഏക്കർ സ്ഥലത്താണ് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ MLA നിർവഹിച്ചു. 35 വർഷമായി തരിശായി കിടന്ന മല്ലികശ്ശേരിയിലെ കോക്കാട് പാടശേഖരത്താണ് ചെറുധാന്യങ്ങൾ ഇനി വിളയുന്നത്. ചോളം, ബജ്ര, കൂവരക്, തിന കൂടാതെ എണ്ണക്കുരുമായ സൂര്യകാന്തി, പച്ചക്കറി വിളകളും ഇനിയുണ്ടാവും. ചെറുധാന്യങ്ങൾ വിതയ്ക്കുന്നതിന്റെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ MLA നിർവഹിച്ചു. എലിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എലിക്കുളം പഞ്ചായത്തും മുത്തോലി പഞ്ചായത്തും ഈ 2 പഞ്ചായത്തുകളാണ് പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ സേവനങ്ങൾ ചെയ്യുന്നത്. തരിശ് കിടക്കുന്ന 40 ഏക്കർ സ്ഥലം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കൂട്ടുകാരോട് കൂടിയിട്ട്. അതുപോലെ മുത്തോലി പഞ്ചായത്തിലും ഇതുപോലെ തന്നെ കൃഷിയും കാർഷിക വിളകളുടെ വിപണനവും നടക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും അനുമോദനവും അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ മില്ലറ്റ് കൃഷി ചെയ്യുന്നു. മില്ലറ്റുകൾക്ക് ഇനിയും വലിയ പ്രാധാന്യമാണുള്ള ഭക്ഷണക്രമങ്ങളിൽ മിക്സഡ് മില്ലറ്റിൻ്റെ പൗഡർ ചേർത്തുള്ള ദോശയും ഇഡ്ഡലിയും പുട്ടും ഒക്കെ കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നു. ഏതായാലും ഇതിന് കുറച്ച് നാൾ മുമ്പ് ഒരു മില്ലറ്റ് കൃഷി നടത്തിയായിരുന്നു മാതൃശാസ്ത്ര വിളവെടുപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി. എലിക്കുളം കൃഷി ഓഫീസർ K പ്രവീൺ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ആശാ റോയ്, എലിക്കുളം നാട്ടുചന്ത പ്രസിഡന്റ് VS സെബാസ്റ്റ്യൻ വെച്ചൂർ, എലിക്കുളം ടൂറിസം ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു കോക്കാട്ട്, സെക്രട്ടറി ജോസ് P കുര്യൻ, കാപ്പുകയം പാടശേഖര സമിതി പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഞാറക്കൽ, എലിക്കുളം നാട്ടുചന്ത ഭാരവാഹികളായ രാജു അമ്പലത്തറ, മോഹനകുമാർ കുന്നപ്പള്ളി കരോട്ട്, സെബാസ്റ്റ്യൻ കുന്നപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗവും പദ്ധതിയുടെ സംഘാടകനുമായ മാത്യൂസ് പെരുമനക്കാട്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് എന്നിവരും സംബന്ധിച്ചു. മാത്യു കോക്കാട്ട് സ്വന്തം പാടത്ത് എലിക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി നടപ്പാക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാപ്പൻസ് പാലായുടെ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും കുറഞ്ഞ വിലയിൽ വിൽപ്പനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി ഞായറാഴ്ച പൊൻകുന്നത്ത് നടക്കും. വൈകിട്ട് 5 മണിക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. MG സർവകലാശാല കലോത്സവത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. തേവര SH കോളേജിന്റെ കുതിപ്പാണ് എല്ലാ ദിവസവും കാണുന്നത്. MG സർവകലാശാല കലോത്സവത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. കലാകിരീടത്തിൽ കണ്ണും നട്ട് കലാലയങ്ങൾ വാശിയോടെ പോരാട്ടത്തിലാണ്. ആവേശം വാനോളം ഉയർത്തിയാണ് ഓരോ ദിനത്തിലെയും മത്സരങ്ങൾ കടന്നുപോകുന്നത്. പോയിന്റ് നിലയിൽ തേവര SH കോളേജാണ് മുൻപിലെങ്കിലും വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 55 പോയിന്റുകൾ അവർ നേടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ RLV കോളേജ് തൊട്ടു പിന്നാലെ ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലിനജല ശുദ്ധീകരണത്തിനുള്ള ആധുനിക സംവിധാനം പാലായിലും. പാലാ ബേക്കേഴ്സാണ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നവീന സംവിധാനം ഏർപ്പെടുത്തിയത്. MBR ടെക്നോളജി ഉപയോഗിച്ചാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം.
കോട്ടയം ജില്ലയിൽ തന്നെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് ആധുനിക സംവിധാനമായ മെംബ്രൈൻ ബയോറിയാക്ടർ ടെക്നോളജി ഉപയോഗിച്ചുള്ള എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. MBR ടെക്നോളജിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളം കുടിക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും കുളിക്കുവാനുമല്ലാത്ത വിവിധങ്ങളായ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. MBR ടെക്നോളജിയിലൂടെ മൈക്രോൺ ലെവൽ ഫിൽട്ടറേഷനാണ് നടക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെയാണ് മലിനജലം ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഇതിനായി 3ലധികം ട്രീറ്റ്മെന്റ് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മലിനജലത്തിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ്, ഓയിൽ തുടങ്ങിയവ വേർതിരിച്ചെടുക്കും. രണ്ടാം ഘട്ടത്തിൽ അൺഎയറോബിക് പ്രോസസ്സും മൂന്നാം ഘട്ടത്തിൽ എയറോബിക് പ്രോസസ്സുമാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ PVDF മെംബ്രൈനിലൂടെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധജലവും ലഭിക്കും. പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവേറുമെങ്കിലും മലിനജല പ്രശ്നം പൂർണ്ണമായും ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാലാ ബേക്കേഴ്സ് ഉടമ റോയി തന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ മലിനജല ശുദ്ധീകരണത്തിനായി മെംബ്രൈൻ ബയോറിയാക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയാണ് MBR സ്ഥാപിക്കുന്നത്. 25,000 ലിറ്റർ വെള്ളം ഒരു ദിവസം ശുദ്ധീകരിക്കുവാൻ കഴിയും. ജില്ലയിൽ വ്യാപകമാകുന്ന പുതിയ ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും നിരവധി ആളുകൾ പാലാ ബേക്കേഴ്സിൽ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. തപാൽ സേവന രംഗത്തെ പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സീനിയർ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ മാർച്ച് 11 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അവസാന പാദ ഡിവിഷണൽ ഡാക് അദാലത്ത് നടത്തുന്നു. തപാൽ സേവനങ്ങളെ സംബന്ധിച്ച പരാതികൾ അല്ലെങ്കിൽ സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മാർച്ച് 7 വരെ സ്വീകരിക്കുന്നതാണ്. അദാലത്തിൽ ചങ്ങനാശ്ശേരി ഡിവിഷനിലെ തപാൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തപാൽ, പാഴ്സലുകൾ, കൗണ്ടർ സേവനങ്ങൾ, സേവിങ്സ് ബാങ്ക്, മണി ഓർഡർ തുടങ്ങി എല്ലാ കേസുകളും പരിഗണിക്കും. മുൻ അദാലത്തിൽ കൈകാര്യം ചെയ്ത കേസുകൾ ഈ അദാലത്തിൽ പരിഗണിക്കുന്നതല്ല. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0481242444. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ മാർച്ച് 4 ആരംഭിക്കുന്ന അംഗീകൃത DCA, ടാലി, DCFA കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് +2 യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് സമയം, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ www.lbscenter.kerala.gov.in എന്ന ലിങ്ക് വഴി ഓൺലൈനായി സമർപ്പിക്കണം. ഫോൺ 0481254820. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോമസ് ചാഴിക്കാടൻ MPയുടെ വികസന രേഖാ പ്രകാശനം കോട്ടയത്ത്. A+ കൊടുക്കേണ്ട പ്രവർത്തനമാണ് തോമസ് ചാഴിക്കാടൻ നടത്തിയതെന്ന് മന്ത്രി VN വാസവൻ. 100ന്റെ നിറവിൽ പൊൻകുന്നം SDUP സ്കൂൾ. വ്യക്തിജീവിതത്തിൽ മാതാപിതാക്കൾക്കൊപ്പം അധ്യാപകരും സ്വാധീനിക്കപ്പെടുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. കനത്ത ചൂടിൽ വലഞ്ഞ് കോട്ടയം. വടവാതൂരിൽ രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.